കാസർഗോഡ് എരിക്കുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി. പരുന്തിന്റെയും പാമ്പിന്റെയും രൂപത്തിൽ പാറയിൽ കൊത്തിയ ചിത്രങ്ങളാണ് ഗവേഷകർ കണ്ടെത്തിയത്. മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളം വലിയ പാറയിലെ ശിലാചിത്രങ്ങൾ തേടിയെത്തിയ ഗവേഷകരാണ് പുൽമേടുകൾക്കിടയിൽ പുതിയ ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, പ്രാദേശിക പുരാവസ്തു ഗവേഷകൻ സതീഷ് കാളിയാനം, ബറോഡ സർവകലാശാലയിലെ പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ നടത്തിയ നിരീക്ഷണത്തിലാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന ചിത്രങ്ങൾ കണ്ടെത്തിയത്. പാറയിൽ പാമ്പിന്റെയും പരുന്തിന്റെയും ചിത്രങ്ങൾക്കടുത്തായി മനുഷ്യമുഖത്തിനോട് സാദൃശ്യമുള്ള അവ്യക്തമായ രൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചുവെച്ചിട്ടുള്ളത്. നീലേശ്വരം ആലിൻകീഴിൽ പാമ്പ് കുത്തിപ്പാറയിലെ സർപ്പശിലാചിത്രത്തോട് സാമ്യമുള്ള രൂപമാണ് വലിയ പാറയിലെ സർപ്പത്തിന്റെ ചിത്രവും. പ്രശസ്തമായൊരു റോക്കാട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു പരുന്തിൻ്റെ രൂപവും ഒരു പാമ്പിൻ്റെ രൂപവും ദൃശ്യമായത്. മുൻകാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ ചിലവഴിക്കുമ്പോൾ ഇവിടെ വന്നിറങ്ങുന്ന പരുന്തിനെയും പാമ്പിനെയും കണ്ടിട്ട് ആ രൂപം കൊത്തിയെടുത്തതായിരിക്കുവാനാണ് സാധ്യത. നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കിയവയാണ് ഈ രൂപങ്ങൾ. പിന്നെ ഈ പാറ വളരെയധികം ഹാർഡാണ്. അതുകൊണ്ട് മാത്രം നമുക്കറിയാം ഇവിടെ മാത്രമാണ് പുല്ല് വളരാത്തത്. ബാക്കിയെല്ലാം പുൽമേടാണുള്ളത്. ഈ ഒരു പ്രദേശം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ചുറ്റുവട്ടത്തും പുല്ലുകളുണ്ടെങ്കിലും ഇവിടെ പുല്ലുമാറ വരാതിരിക്കാൻ വേണ്ടി അത്രമാത്രം ഹാർഡായ ഒരു പാറയിലാണ് ഇവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. രത്നഗിരി മുതൽ വയനാട് വരെ കാണപ്പെടുന്ന റോക്കാട്ടുമായിട്ട് സാമ്യതയുള്ള മാർക്കുകളാണ് ഇവിടെ ചിത്രം വരക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കാഞ്ഞിരംപൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പുതിയ ശിലാചിത്രങ്ങൾ കണ്ടെത്തിയതോടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.